മണിപ്പൂരിൽ വംശീയ കലാപങ്ങൾ ആരംഭിച്ച് 2 വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കംഗ്ലയിലും ഒപ്പം തന്നെ ചുരാചന്ദ്പൂരിലും 2 പരിപാടികളിലാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണമായിരുന്നു ഇന്ന് മണിപ്പൂരിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ആദ്യ പരിപാടി ചുരാചന്ദ്പൂരിലായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഞാൻ നിൽക്കുന്ന ഇംഫാലിലുള്ള ഈ കംഗ്ലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇരു മേഖലകളിലുമായി 8500 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി മണിപ്പൂരിനായി സമർപ്പിച്ചു. ഒപ്പം തന്നെ മണിപ്പൂർ കിരീടത്തിലെ രത്നമെന്നും അത് വടക്ക് കിഴക്കിന് തിളക്കം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആക്രമണങ്ങൾ മണിപ്പൂരിന്റെ സൗന്ദര്യത്തിന് മങ്ങലേൽപ്പിച്ചു. പുരോഗതിക്ക് സമാധാനം അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഒപ്പം ഇരു മേഖലകളിലെയും ഇംഫാലിലെയും അതോടൊപ്പം തന്നെ ചുരാചന്ദ്പൂരിലെയും ഈ വംശീയ കലാപങ്ങൾക്ക് ഇരയായവരുടെ കുടുംബാംഗങ്ങളെ പ്രധാനമന്ത്രി നേരിൽ കണ്ടു. പലരും പ്രധാനമന്ത്രിയോട് അവരുടെ ആശങ്കകളും ഒപ്പം തന്നെ അവർക്ക് നേരിടേണ്ടി വന്ന അവരുടെ ദുരനുഭവങ്ങളും എല്ലാം പങ്കുവച്ചു. അതിനിടയിൽ ചില കുട്ടികളടക്കം പ്രധാനമന്ത്രിയോട് അവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കുന്നതിനിടയിൽ വിതുമ്പിപ്പോകുന്ന കാഴ്ചകൾ കൂടി നമുക്കിന്ന് മണിപ്പൂരിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ഇന്ന് മണിപ്പൂരിലേക്ക് എത്തുന്നത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങളടക്കം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മണിപ്പൂരിന്റെ പ്രശ്നങ്ങൾ ഒരു 3 മണിക്കൂർ കൊണ്ട് സന്ദർശിച്ച് പരിഹരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ആനി രാജ ഉൾപ്പെടെ ഇന്ന് ആവശ്യപ്പെട്ടിരുന്നത് എന്തുകൊണ്ടാണ് മണിപ്പൂർ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി വൈകിയതെന്ന കാര്യം ജനങ്ങളോട് പറയണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇംഫാലിലും ചുരാചന്ദ്പൂരിലെയും ഈ പരിപാടി നടക്കുന്ന മേഖലകളിലെ കടകളൊക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ വിവിധ മേഖലകളിൽ ഞാൻ നിൽക്കുന്ന ഈ കംഗ്ലയിലടക്കം പോലീസിനെ കൂടാതെ മണിപ്പൂർ പോലീസിനെ കൂടാതെ കേന്ദ്രസേനയടക്കം ഇവിടെ എത്തിച്ചുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഈ വിവിധ മേഖലകളിലായി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. മണിപ്പൂരിനെ ശാന്തിയുടെ പാതയിലേക്ക് കൊണ്ടുപോകാനാണ് താൻ ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലേക്കുള്ള അക്രമങ്ങളിലേക്ക് പോകാൻ മണിപ്പൂരിലെ ജനതയെ അനുവദിക്കില്ല. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും വികസന പദ്ധതികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ തന്നെ മണിപ്പൂരിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വികസനങ്ങൾ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ചുരാചന്ദ്പൂരിൽ 7300 കോടി രൂപയുടെയും ഒപ്പം തന്നെ ഇംഫാലിൽ 1200 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഐക്യത്തിന്റെ ഒരു പാത, അത് കുക്കി മെയ്തേയ് വിഭാഗങ്ങൾക്കിടയിൽ ഒരു ഐക്യത്തിന്റെ പാത, ഒരു സൗഹൃദത്തിന്റെ പാത ഉണ്ടാക്കണം, ഒരു പാലം നിർമ്മിക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. 2 വർഷത്തിന് ശേഷമായിരുന്നു പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനം.